ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരമാണ്. CSKയുടെ തട്ടകത്തിലാണ് ആദ്യത്തെ സൂപ്പർ പോരാട്ടം. ആദ്യ മത്സരത്തിൽ മുംബൈ നിരയിൽ നായകനായി ഹർദിക് പാണ്ഡ്യ കാണില്ല. സസ്പെൻഷനിലുള്ള ഹർദിക്കിന് ആദ്യ മത്സരം നഷ്ടമായിരിക്കുകയാണ്. പരിക്കേറ്റ ജസ്പ്രീത് ബുംറയും ആദ്യ മത്സരം കളിക്കുന്ന കാര്യം സംശയമാണ്. ഇപ്പോഴിതാ മറ്റൊരു പ്രശ്നം കൂടി മുംബൈക്ക് തലവേദനയായി ഉയർന്നു വരികയാണ്. മുംബൈയുടെ ഷെഡ്യൂളാണ് പുതിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. മുംബൈയുടെ മത്സരക്രമത്തിൽ പാളിച്ചയുണ്ടായെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. മുംബൈ താരങ്ങളുടെ ഫിറ്റ്നസിനെയും പ്രകടനത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഷെഡ്യൂളാണിതെന്ന് വിമർശനം ഉയരുന്നത്. തുടർച്ചയായി ഹോം മത്സരം ഇല്ല, അത് തന്നെയാണ് മെയിൻ കാരണം. മുംബൈയെ സംബന്ധിച്ച് പ്രയാസമുണ്ടാക്കുന്ന കാര്യം തുടർച്ചയായി ഹോം മത്സരങ്ങളില്ലെന്നാണ്. മുംബൈയുടെ ആദ്യ മത്സരം ചെന്നൈയിലാണ്, രണ്ടാം മത്സരം മുംബൈയിലും, പിന്നീട് ഒരു എവേ മത്സരം കഴിഞ്ഞാൽ പിന്നീട് ഹോം മത്സരം, പിന്നാലെ എവേ മത്സരം. ഇങ്ങനെയാണ് മുംബൈയുടെ ഷെഡ്യൂൾ പോകുന്നത്. ഏപ്രിൽ 17-നും 20-നും നടക്കുന്ന 2 മത്സരങ്ങൾ മാത്രമാണ് മുംബൈക്ക് തുടർച്ചയായി ഹോം ഗ്രൗണ്ടിൽ ലഭിക്കുന്നത്. മറ്റ് മത്സരങ്ങളിലെല്ലാം ഒരു എവേ മത്സരം കഴിഞ്ഞാൽ ഹോം മത്സരം എന്ന നിലയിലാണ് ഷെഡ്യൂൾ പോകുന്നത്. ഇത് മുംബൈക്ക് കനത്ത തിരിച്ചടി നൽകുന്ന കാര്യമാണ്. ഹോം മത്സരങ്ങൾ തുടർച്ചയായി ലഭിക്കാത്ത പക്ഷം ആവശ്യത്തിന് വിശ്രമം താരങ്ങൾക്ക് ലഭിക്കില്ല. ഒരു മത്സരത്തിന് ശേഷം എവേ മത്സരം കളിക്കാനായി പോകുമ്പോൾ യാത്രയുടെ ക്ഷീണമുണ്ടാകും. തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരുന്നത് താരങ്ങളുടെയും ഫിറ്റ്നസിനെയും പ്രകടനത്തെയും ബാധിക്കാൻ സാധ്യതകളേറെയാണ്. മുംബൈ ഒഴികെ മറ്റ് ടീമുകൾക്കെല്ലാം അടുപ്പിച്ച് ഹോം മത്സരങ്ങൾ ലഭിക്കുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ 2-3 മത്സരങ്ങൾ ഹോം ഗ്രൗണ്ടിലാണ്. 10-11 മത്സരങ്ങളും ഹോം ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. മറ്റ് പല ടീമുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കുമ്പോൾ മുംബൈക്ക് മാത്രം ഇത്തരത്തിലൊരു മുൻതൂക്കം ലഭിക്കുന്നില്ല. ഇത് മുംബൈക്ക് വലിയ തിരിച്ചടി നൽകുന്ന കാര്യമാണ്. താരങ്ങളുടെ ഫിറ്റ്നസിനെ ഇത് ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതകളേറെയാണ്.